പ്രത്യേകിച്ച് ഹാലലൂയ ഇന്നലെ രാത്രി ഹാലലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഇന്നലെ ന്യൂപോർട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് വഴിയിൽ വെച്ച് ഇങ്ങനെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പെട്ടെന്നൊരു തോട്ട് തന്നു. ഹാലലൂയ മുന്തിരിവള്ളിയും കൊമ്പുകളും. ഹാലലൂയ. അപ്പം ഞാൻ മുന്തിരിവള്ളിയും കൊമ്പുകളും അപ്പം ഞാൻ ഓർത്തു, കർത്താവ് ഇതിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും അതൊരു വലിയ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലയോ എന്ന് ഓർത്തപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ ദൈവം തന്ന ഈ ടോപ്പിക്ക് ഹാലലൂയ അതുമായി ദൈവസ്ഥാനത്തിൽ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ചിന്ത തന്നു. ഹാലലൂയ. അത് ഈ തന്ന ടോപ്പിക്കിൽ നിന്ന് വിപരീതമായിട്ടൊരു ദൈവിക വചനമാണ്. ഹാലലൂയ. നമുക്കത് വായിക്കാം. ഹാലലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8, 9, 10 ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8, 9, 10. തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായാലും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധിയിൽ. ഹാലലൂയ. ഈ തന്ന വചനത്തെ ഓർത്തുകൊണ്ട് ഹാലലൂയ നമുക്ക് ദൈവസന്നിധിയിൽ അല്പ നിമിഷം പ്രാർത്ഥിക്കാം. ഹാലലൂയ. ഹലോ വാക്യത്തിൽ നീതിമാനമായി സ്വർഗീയ പിതാവേ അപ്പച്ച ഹാലലൂയ. ഈ സമയം അല്പസമയം ഞങ്ങൾ ഈ വചനവുമായി ദൈവിക സന്നിധി നിൽക്കുമ്പോൾ ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണമേ അപ്പം. ഹാലലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങുവാൻ ഹാലലൂയ. ഹാലലൂയ വചനം ഹാലലൂയ പറയുമ്പോൾ ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടത് എന്താ അത് ഹാലലൂയ പരിശുദ്ധാത്മാവെ നാവിന്മേൽ തീരുമാറാകണമേ. ഹാലലൂയ. നാവിനെ അഭിഷേകം ചെയ്യണമേ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ. ഹാലലൂയ. ദൈവിക ഹാലലൂയ ഹാലലൂയ വചനത്തെ ഹാലലൂയ ഹാലലൂയ പൂർണ്ണ മനസ്സിലാക്കുവാൻ ഹാലലൂയ അടിയന് കൃപ തരുമാറാകണമേ. അടിയനെ സഹായിക്കണമേ. കേൾക്കുന്ന ജനങ്ങൾക്ക് ഹാലലൂയ അത് അധികം ഹാലലൂയ അവരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹപ്രദമായി മാറുവാൻ ഹാലലൂയ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇന്നിവിടെ ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഹാലലൂയ. ആ ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവെ. ഹാല വെറുതെ ഇതിൻ്റെ വചനം ഞങ്ങൾ പറയുന്നു എന്നുള്ളതല്ലപ്പാ. ആ വചനം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഹാലലൂയ. ആ വചനത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാൻ ദൈവത്തിന്റെ കാര്യം ഞങ്ങളുടെ മതിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു അപ്പ. ഹാലലൂയ. ദൈവിക സാന്നിധ്യത്താൽ അടിയനെ അങ്ങ് നിറയ്ക്കുമാറാകണമേ. സംസാരിക്കണമേ കർത്താവേ അപ്പ. ഹാലലൂയ. 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 വിളിയാമിന്റെ കഴുതിയോട് സംസാരിച്ച ദൈവിക സാന്നിധ്യം കർത്താവ് അടിയന്റെ കൂടെ ഇരുന്ന് കർത്താവ് ഇത് പകൽക്കാലം ഈ വചനത്തിൽ ഇടപെടുവാൻ ദൈവമേ അവിടെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക ഇന്ന് നീ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിന്ദയാണേ. ഞങ്ങൾ ഇതുവരെ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ഹാലലൂയ. ഈ പാട്ടുകാരൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് എനിക്കൊക്കെ തന്നൊരു പാട്ടാണ് ഹാലലൂയ. അപ്പോൾ ചേച്ചി ആ പാട്ട് തന്നെ സാക്ഷ്യത്തിന് സമയത്ത് ഷെയറിന് ഈ പാട്ട് നമുക്ക് പാടാന്ന് പറഞ്ഞപ്പോൾ ഞാനും ആ പാട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഹാലലൂയ. ഈ പാട്ട് ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വരികയായിരുന്നു. ഹാലലൂയ. കഴിവല്ല ദൈവകൃപയാണ്. ഹാലലൂയ. ദയയാണ് ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. ഹാലലൂയ. നമ്മൾ ഈ സമയം ഹാലലൂയ ഇവിടെ ആയിരിക്കുന്നത്. ഹാലലൂയ. നമ്മൾക്ക് ചിന്തിച്ച വചനത്തിലേക്ക് കടന്നു വരാം. ഹാലലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7, 8, 9, 10 വാക്യങ്ങൾ. ഹാലലൂയ. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഹാലലൂയ. നമ്മൾക്ക് ഹാലലൂയ ഈ സന്ദർഭങ്ങളെല്ലാം അറിയാം. ഹാലലൂയ. കനാവിലെ കല്യാണത്തിന് പണ്ട് മുതലേ ഹാലലൂയ ഞാൻ എപ്പോഴും ദേവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ഒരു ദൈവിക വചനമാണ്. കാനാവിലെ കല്യാണത്തിലെ പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റി. ഹാലലൂയ. അത് നമ്മുടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ അത്ഭുതമാണ്. ഹാലലൂയ. കാനാവിലെ കല്യാണത്തിന് ഹാലലൂയ നമ്മുടെ യേശു കർത്താവ് ക്വാളിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഹാലലൂയ 33-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ആദ്യം പോകുന്നത് എങ്ങോട്ടാ? കാനാവിലെ കല്യാണത്തിനാണ്. ഹാലലൂയ. അവിടെ നമ്മൾ ഈ വചനം യോഹന്നാന്റെ സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശു കർത്താവിൻ്റെ 33 വയസ്സിന് ശേഷമുള്ള അവൻ്റെ വളർച്ചയുടെ അത്ഭുതങ്ങളുടെ കാലഘട്ടമാണ്. ഹാലലൂയ. അവൻ്റെ ആ കാലഘട്ടത്തിൽ ഹാലലൂയ നമ്മൾ നോക്കുമ്പോൾ അവൻ ആദ്യം പോകുന്ന ഫസ്റ്റ് അത്ഭുതമാണ്. ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ആദ്യത്തെ അത്ഭുതം കാനാവിലെ
കല്യാണത്തെ വീഞ്ഞാക്കി. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് വേറൊരു രീതിയിലാണിത് എനിക്ക് അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് തന്നത്. ഹല്ലേലൂയ. അത് പാസ്റ്റർക്ക് കേൾക്കുമ്പോൾ പാസ്റ്റർ അത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഹല്ലേലൂയ. നമ്മൾക്ക് ഇതിലെടുക്കുമ്പോൾ ഹല്ലേലൂയ, ഈ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ കാനാവിൽ കർത്താവിനെ ഹല്ലേലൂയ കുടുംബം ക്ഷണിച്ചതാണ് അല്ലേ. ഹല്ലേലൂയ. അവിടെ നമ്മൾ നോക്കുമ്പോൾ 12 ശിശുമാരും ഒത്താണ് കാനാവിൽ ആര് പോകുന്നത്? യേശു കർത്താവ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ പുരുഷാരത്തിൻ്റെ കൂട്ടമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യേശു കർത്താവ് പോകുന്ന എല്ലാ ഇടങ്ങളിലും അവിടെ എല്ലാം ഒരു വലിയ കൂട്ടം ഉണ്ട്. എന്തിനായിരിക്കും ആ കൂട്ടം? വേറെ ഒന്നിനുമല്ല, അവിടെ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ കൂട്ടം എല്ലാം കാണണം. ഹല്ലേലൂയ. അവിടെ ഒരു ദൈവിക മഹത്വം വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ എല്ലാ കൂട്ടങ്ങളും ഹല്ലേലൂയ കാണണം. അതാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടം എവിടെ ഉണ്ടോ ഹല്ലേലൂയ അവിടെ ഞാൻ ഹല്ലേലൂയ ഒരു ദൈവിക പൈതലിനെ അയച്ചാൽ ഹല്ലേലൂയ അവിടെ കാണുന്നത് അത്ഭുതമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു തീമുണ്ട് ഹല്ലേലൂയ. അതിൽ തന്നെ വെച്ച് നിന്നുകൊണ്ട് ഞാൻ ഈ വചനം ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ. ഈ വീഞ്ഞ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഞ്ഞ് കാണിക്കുന്നത് ജോയ്. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി, സ്പിരിച്വൽ ലൈഫ്. ഹല്ലേലൂയ. വെള്ളം എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. വെള്ളം വീഞ്ഞാക്കി മാറ്റണമെങ്കിൽ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിനെ ദൈവം മഹത്വമേറിയ ഒരു വീഞ്ഞാക്കി മാറ്റണമെങ്കിൽ ഹല്ലേലൂയ അപ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ ചില കാര്യങ്ങളെ ഹല്ലേലൂയ ഈ കനാവിലും ഹല്ലേലൂയ ചിലർക്ക് വിളമ്പിക്കൊടുത്തവർ. ഹല്ലേലൂയ. ഞാൻ ബാക്കിയുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ ഞാൻ പരിശുദ്ധാത്മാവ് ഒരുപാട് ചിന്ത തരുന്നതുകൊണ്ടാണ് ഹല്ലേലൂയ അത് മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. അത് ബാക്കിയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഞാനത് പറയാം. ഹല്ലേലൂയ. ഈ ഫസ്റ്റ് 7ാമത്തെ വാക്യം, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഈ ഗലീലയിലെ ഹല്ലേലൂയ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകണം. ഫസ്റ്റ് ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? യേശു കർത്താവുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഹല്ലേലൂയ, യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ അമ്മയുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല ആ കല്യാണത്തിനുള്ള മണവാളൻ്റെ സൈഡിൽ നിന്ന് ഹല്ലേലൂയ മണവാട്ടിയുടെ സൈഡിൽ നിന്ന് അവിടെ വലിയൊരു കൂട്ടം. ഹല്ലേലൂയ. നമുക്ക് എണ്ണാം അവിടെ ഇത് കൗണ്ടിങ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജനം അവിടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ കല്യാണത്തിന് ഹല്ലേലൂയ അവർ വീഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപരമായി അവരുണ്ടാക്കിയ വീഞ്ഞ്. ഹല്ലേലൂയ. അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യത്തെ സെർവിങ് കഴിഞ്ഞു, 2ാമത്തെ സെർവിങ് കഴിഞ്ഞ് കാണും, 3ാമത്തെ സെർവിങ് എത്തിയപ്പോഴത്തേക്ക് അവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇത് ആർക്കറിയായിരിക്കും? യേശു കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഇവിടെ ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഹല്ലേലൂയ 12 ശിഷ്യന്മാരും യേശുവും കൂടി ഒരിക്കലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അവർക്ക് പ്രത്യേകമായ യേശു കർത്താവിന് എന്തുണ്ട്? പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് എൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഞാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അത്രയും നേരം യേശു കർത്താവ് സൈലൻ്റ് ആയിട്ടിരുന്നു. ഹല്ലേലൂയ. എപ്പം വരെ? ഹല്ലേലൂയ. അതിനൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 2ന്റെ 3ാം വാക്യം. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ വീഞ്ഞ് പോരാതെ വരിക. നമ്മൾ ആ ഈച്ച് വാക്ക് ഹല്ലേലൂയ ഈച്ച് വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വീഞ്ഞ് പോരാതെ വന്നു അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ശ്രദ്ധിക്കുന്നത്? എങ്ങനെ ഫുഡ് തികയുമോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും നോക്കുന്നത്, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഹല്ലേലൂയ എല്ലാവരും പറയുന്നത് നമ്മൾ ഫുഡ് തികഞ്ഞ് റിമൈനിങ് വെക്കണം, എന്നാലേ അടുത്തൊരു കാര്യത്തിന് അടുത്തൊരു ഉത്സവം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇവർക്ക് അറിയത്തില്ലായിരുന്നോ വീഞ്ഞ് തീരുമെന്ന്? ജസ്റ്റ് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഇവർക്ക് അറിയായിരുന്നു ഇവരുടെ വീഞ്ഞ് എന്ത് ചെയ്യും? തീർന്നു പോകുമെന്ന് അറിയായിരുന്നു. അതുമാത്രമല്ല അവിടെ ആരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്? ക്ഷണിച്ചവനും അറിയായിരുന്നു ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോകുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒരിക്കലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, അത്രയും വലിയ ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ആ ഭവനത്തിൽ ആ ഒരു സിറ്റുവേഷൻ വരേണ്ടതല്ല. പക്ഷെ ഇത് മുന്നമേ കണ്ടിരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിൽ വരുന്ന ഓരോ സിറ്റുവേഷൻ ഹല്ലേലൂയ ദൈവം അറിയാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കർത്താവേ? ഉടയവൻ അറിയാം. ഹല്ലേലൂയ. നിനക്കിന്ന് വീഞ്ഞ് തീർന്നു പോകും. ഹല്ലേലൂയ. നിനക്കിന്ന് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ വരും. ഹല്ലേലൂയ. പക്ഷെ അവിടെ ഒരു സൊല്യൂഷൻ തരാൻ കഴിയുന്നത് ആർക്കാ? ദൈവത്തിന്. ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യം ഹല്ലേലൂയ വീഞ്ഞു പോരാതെ വരികയാൽ. അപ്പൊ യേശു അത്രയും നേരം സൈലന്റ് ആയിട്ടിരുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ കൂടെ ഹല്ലേലൂയ അവരെല്ലാവരും വീഞ്ഞു കുടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഹല്ലേലൂയ ഒരു മെസ്സേജ് പറയാൻ വേണ്ടി അവിടെ ഒരാൾ വരുന്നുണ്ട് യേശുവിനോട്. ആരാണ്? യേശുവിൻ്റെ അമ്മ. വേറെ ആരുമല്ല, യേശുവിൻ്റെ അമ്മ ഓടി വരികയാണ്. ആ യേശുവിൻ്റെ അമ്മ വന്ന് പറയുകയാണ് ഹല്ലേലൂയ എന്തു പറഞ്ഞത് തന്നെയായിരിക്കും, വീഞ്ഞ് തീർന്നു മകനെ, വീഞ്ഞ് തീർന്നു പോയി, എന്ത് ചെയ്യും? പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്തിനായിരിക്കും യേശുവിൻ്റെ അമ്മ ഓടി യേശുവിൻ്റെ അടുത്ത് വന്നത്? എന്തിനായിരിക്കും വന്നത്?
കാരണം യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാം ഹാലലൂയ എൻ്റെ ഹാലലൂയ മകന് ഹാലലൂയ ചിലതിനെ ഇവിടെ ചെയ്യാൻ കഴിയും. ഹാലലൂയ അവൻ ഹാലലൂയ യേശുവിൻ്റെ അമ്മയുടെ ഹാലലൂയ ഉദരത്തിൽ തന്നെ ഹാലലൂയ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ ഹാലലൂയ ഹാലലൂയ യേശു കർത്താവിനെ ഹാലലൂയ ആർക്കറിയാം? മറിയക്കറിയാം. വേറെ ആരും അവിടെ എന്ത് ചെയ്യണ്ട, ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾ ഹാല ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവനാണ്. ദൈവം അവിടെ ഒരാളെ ആക്കി വെച്ചിരുന്നു. ഹാലലൂയ നീ പോയി ഹാലലൂയ നീ പോയി ഹാലലൂയ പറ. ഹാലലൂയ പരിശുദ്ധാത്മാവ് ഹാലലൂയ മറിയെ ഓർമ്മിപ്പിച്ചു, നീ പോയി യേശുവിനോട് പറ, അവിടെ നിനക്ക് പരിഹാരമുണ്ട്. ഹാലലൂയ. അപ്പോൾ ഓടി മറി വരികയാണ്. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഒരു ഹാലലൂയ? ഇപ്പം നമ്മളായാലും ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഓടി വന്ന് പറയുമോ അല്ലേ? ആരാ? അമ്മ ഓടി വന്ന് യേശുവിനോട് പറയുക, മകനെ ഇതേപോലെ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പെട്ടെന്നത് പറയുമ്പം എന്തുമാത്രം വിഷമം വരും അല്ലേ? അയ്യോ ഇതെന്ത് ഇവനെന്നെ അല്ല. ഒരിക്കലും മറിയ അങ്ങനെ ചിന്തിച്ച് കാണത്തില്ല. കാരണം മറിയക്കറിയാം യേശു ആരാണെന്ന്. ഹാലലൂയ. മറിയക്കറിയാം ഹാലലൂയ ഇവൻ ഹാലലൂയ ദൈവപുത്രനാണെന്ന്. ഹാലലൂയ. അപ്പോൾ യേശു പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തുകൊണ്ടായിരിക്കും യേശു കർത്താവ് അവിടെ പറഞ്ഞത്? ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് തന്നൊരു ചിന്തയാണ്. ഹാലലൂയ പിതാവ് പറഞ്ഞാണ് യേശു എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളെ ചെയ്യുന്നത്. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഒരു സ്ത്രീയിലൂടെയല്ല ഒരു മഹത്വം വെളിപ്പെടുത്തേണ്ടത്. ഹാലലൂയ എൻ്റെ പിതാവാണ് എൻ്റെ മഹത്വം ഹാലലൂയ വെളിപ്പെടുത്തുന്നത്. ഹാലലൂയ എൻ്റെ ദൈവം പറഞ്ഞ വാക്കിനാണ് ഞാൻ വില കൊടുക്കുന്നത് എന്ന് ഹാലലൂയ ഇരിക്കുന്ന ജനം കാണുവാൻ ഹാലലൂയ യേശു കർത്താവ് അവിടെ ആ വാക്ക് പറയുവാനിടെ വന്നു. ഹാലലൂയ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഹാലലൂയ. അത് കഴിഞ്ഞ് അടുത്ത് എന്താണ് പറയുന്നത്? അവൻ്റെ അമ്മ തന്നെയാണ് ബാക്കി ശുശ്രൂഷ ചെയ്യുന്നത്. എന്താണ്? അവൻ്റെ അമ്മ അവിടെ വിഷമിച്ച് നിന്നില്ല, ഓടിപ്പോയി. എനിക്കറിയാം ഹാലലൂയ ഇവൻ എന്നോട് പറഞ്ഞത്. അവൻ്റെ അമ്മ പൊരുൾ ഗ്രഹിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഓടിപ്പോയി എന്തോ ചെയ്തത്? അവരോട് ബാല്യക്കാരോട് ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവേൻ. ഹാലലൂയ. അവൻ നമ്മളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ അതുപോലെ ചെയ്യണം. ഹാലലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഈ ദിവസങ്ങളിൽ ഹാലലൂയ ദൈവം നമ്മളോട് ചിലത് കൽപ്പിച്ചിട്ടുണ്ട്. ഹാലലൂയ ദൈവം നമ്മളോട് ചിലത് ഹാലലൂയ കൽപ്പിച്ചിട്ടാക്കിയിട്ടുണ്ട്. ദൈവം തന്ന അരുളപ്പാടുകൾ, ദൈവം തന്ന ഹാലലൂയ വചനത്തിൻ്റെ നിവൃത്തികൾ ദിവസങ്ങൾ ദൈവാത്മാവ് ചെയ്തെടുക്കും. ജീസസ്. ഹാലലൂയ ഹാലലൂയ. ഇത്രയും നാളും പഴയ വീഞ്ഞാണ് ഹാലലൂയ നമ്മൾ ഹാലലൂയ പകർന്നു കൊടുത്തിരുന്നതെങ്കിൽ ഹാലലൂയ ഈ ദിവസങ്ങളിൽ ആ വീഞ്ഞിനെ ഒന്ന് വീര്യം കൂട്ടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുക. ഹാലലൂയ ഈ ദിവസങ്ങളിൽ പുതിയതായി ചിലതൊന്ന് ഹാലലൂയ പുതിയ ചില വീഞ്ഞുകളെ കൽപാത്രങ്ങളിലാക്കി ഹാലലൂയ ഈ ദിവസങ്ങളിൽ ഹാലലൂയ ചില ഹാലലൂയ വ്യക്തിപരമായ ഒരു ഇടപെടലുകളിലൂടെ ഹാലലൂയ ചില വ്യക്തിപരമായ ഹാലലൂയ ഒരു ഇടപെടലുകളിലൂടെ ഹാലലൂയ ചില പുതിയ വീഞ്ഞിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുക. ഹാലലൂയ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ഹാലലൂയ യേശുവിൻ്റെ അമ്മ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. അപ്പം ആർക്കാണ് അവിടെ പുതിയ വീഞ്ഞ് കിട്ടുന്നത്? അനുസരണമുള്ളവർക്ക്. അനുസരിക്കുന്നവർക്കാണ് പുതിയ വീഞ്ഞ് ദൈവം തരുന്നത്. അല്ലെങ്കിൽ വെള്ളം തന്നെ ആയിരിക്കത്തേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സൂമിൽ നിന്ന് കേൾക്കുന്ന ഹാലലൂയ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അനുസരിക്കുന്നവർക്കാണ് ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹാലലൂയ. അനുസരിക്കുന്നവർക്കാണ് ദൈവിക പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. ഇവിടെ നമുക്ക് വായിച്ചാൽ യേശുവിൻ്റെ അമ്മ പറയുക ഹാലലൂയ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഒരു വാക്ക് പോലും തെറ്റാതെ അതുപോലെ നിങ്ങൾ ചെയ്യണം. ഹാലലൂയ. അതുപോലെ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വെളിയിൽ കിടക്കുന്ന 6 കൽപാത്രങ്ങൾ എടുത്തത് ഹാലലൂയ അകത്ത് കൊണ്ടുവന്നത് വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഹാലലൂയ. വക്കോളം ആ വാക്ക് അവിടെ കറക്റ്റായിട്ടുണ്ട്. വക്കോളം വെള്ളം നിറപ്പീൻ. ഹാലലൂയ. വക്കോളം വെള്ളം നിറച്ചപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അനുസരിച്ചപ്പോൾ അവിടെ നടന്നൊരു ദൈവിക പ്രവൃത്തിയാണ്. എന്താണ്? അതാണ് ദേവദാസനോട് നമ്മൾ വായിച്ചു കേട്ട വാക്യം. ഹാലലൂയ. 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരുടെ ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഹാലലൂയ. വക്കോളം മീൻസ് ഫുള്ളായിട്ട് നിറച്ചു. നമ്മളെപ്പോഴും ഫുള്ളായിട്ട് ചായ ഒഴിക്കുമോ? ഇല്ല. കാരണം എന്താ? അത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അതെല്ലാം താഴെ വീഴും. ഇല്ല, അവിടെ നടന്നത് വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഹാലലൂയ. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്നവർ പറഞ്ഞു. ഹാലലൂയ. അവിടെ വക്കോളം വെള്ളം നിറച്ച അനുസരിച്ചവർക്ക് കിട്ടിയ ഒരു പ്രതിഫലമാണ് നമ്മൾ ആ കാനാവിൽ കാണുന്നത്. ഹാലലൂയ. അനുസരിക്കാത്തവർക്കല്ല, അനുസരിച്ചവർക്ക്. ഹാലലൂയ. ദൈവത്തിൻ്റെ വാക്ക് കേട്ടവർക്ക്. ഹാലലൂയ. അവർ കൊടുത്തത് ഹാലലൂയ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും. 9ാമത്തെ വാക്യം, അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ഹാലലൂയ. ഇവിടെ അടുത്തൊരു ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരും അറിഞ്ഞില്ല ഇതെന്തോ സംഭവിച്ചിരിക്കുന്നതെന്ന്. ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ചിലപ്പോൾ യേശുവിൻ്റെ അമ്മ അറിഞ്ഞു കാണും. പിന്നെ ആരറിഞ്ഞു കാണും? അവിടെ വന്ന ശിഷ്യന്മാരെ ചിലപ്പോൾ അറിഞ്ഞു കാണും. കാരണം യേശു പോകുന്നത് ശിഷ്യന്മാരെ കണ്ടു. പിന്നെ അവിടെ ശുശ്രൂഷക്കാർ, അവിടെ വെള്ളം കോരിക്കൊണ്ടുവന്ന ശുശ്രൂഷക്കാരും അമ്മയും വിരുന്നുവാഴികൾ. ഹാലലൂയ. അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ അടുത്ത് അവർ പറയുന്ന കാര്യം എന്താണ്? എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. ഇത്രയും നേരം നീ ഈ നല്ല വീഞ്ഞ് എവിടെയാ വെച്ചേരുന്നെന്ന് മണവാളനോട് ആര് ചോദിക്കുക? അവിടെ വന്ന ആൾക്കാർ ചോദിക്കുക. ഹാലലൂയ. ഇതാണ് ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത്. ഹാലലൂയ. ഇതാണ് അല്പം താമസിച്ചവർക്ക് കിട്ടിയത്. എന്തുവാ?
ഞാൻ പറഞ്ഞില്ലേ 1 2 3 3 പന്തിയും കൊടുത്തു കഴിഞ്ഞു. 4ാമത്തെ പന്തിയായിരിക്കും ഏതാ? നല്ല വീഞ്ഞ്. മനസ്സിലായോ? ഹല്ലേലൂയ. 4ാമത്തെ പന്തിയാണ് നല്ല വീഞ്ഞ്. അല്പം താമസിച്ചവർക്ക് കിട്ടിയത് മേത്തരമായത്, ഈ ലോകത്തിലെങ്ങും ഇനി ഒരിക്കലും കിട്ടാത്ത അത്രയും വലിയ വീഞ്ഞ്. ഹല്ലേലൂയ. ഇതാണ് നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്. നീ അല്പം താമസിക്കുന്നത് നിനക്ക് മേത്തരമായ ചില വീഞ്ഞ് തരാൻ വേണ്ടിയാണ്. എത്ര പേർ ഹാലലൂയ വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഹാലലൂയ. നീ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ വാക്കിന് നീ എൻ്റെ കൽപ്പനകൾക്ക് നീ ഹാലലൂയ അനുസരണത്തോടെ വിധേയപ്പെട്ടാൽ, ഹാലലൂയ ഹാലലൂയ, ഞാൻ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞാൽ നീ നിറച്ചാൽ, ഹാലലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നീ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിൽ മുട്ടുകൾ മടക്കിയാൽ, ഹാലലൂയ, എൻ്റെ വാക്കിന് നീ വില കൊടുത്താൽ, പരിശുദ്ധാത്മാവ് പറയുക ഹാലലൂയ, ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു നല്ല വീഞ്ഞ് ഹാലലൂയ നിന്റെ തുരുത്തിയിൽ നിറയ്ക്കുവാൻ, ഹാലലൂയ, നിന്റെ കൽപാത്രങ്ങളിൽ നിറയ്ക്കുവാൻ ഞാൻ ശക്തനാണ്. ഹാലലൂയ. ജീസസ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പക്ഷേ അതിന് നമുക്ക് വേണ്ടതാണ് ഹല്ലേലൂയ അനുസരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ട കാര്യമാണ് ഫസ്റ്റ് അനുസരണം. ഹല്ലേലൂയ. അനുസരിക്കുന്നവരെ ദൈവം ഓർക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് അബ്രഹാമിൻ്റെ കാര്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവം ഒരു മകനെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത പോലെ അബ്രഹാം കാത്തിരുന്നു. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതുപോലെ അബ്രഹാമിന് 100ാമത്തെ സാറായിക്ക് 100 വയസ്സായപ്പോൾ ഇസഹാക്ക് ജനിച്ചു. അല്ലേ? ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തം നിവൃത്തിയായി. തലമുറ എന്നുള്ളൊരു വാഗ്ദത്തം നിവൃത്തി അവിടെ ഹല്ലേലൂയ ദൈവം നിറവേറ്റുകയാണ്. ഹല്ലേലൂയ. തന്റെ ദാസന്മാരാൽ അബ്രഹാമിനോട് അരുളി ചെയ്ത ഹല്ലേലൂയ വാഗ്ദത്തം നിവൃത്തി ഇസഹാക്കിലൂടെ ദൈവം പൂർത്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വെച്ചും ഹല്ലേലൂയ അബ്രഹാമിനോട് കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. ഹല്ലേലൂയ. എനിക്ക് എന്ത് ചെയ്യുക? നിന്റെ ദാസനെ യാഗം കഴിക്കാൻ നീ മോറിയ മലയിൽ പോയി നിന്റെ മകനെ എനിക്ക് തരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ അബ്രഹാം എന്താ ചെയ്തത്? അനുസരിച്ചു. ഹല്ലേലൂയ. അനുസരിച്ച് അബ്രഹാമിന് ദൈവം ഒരു വലിയ മഹത്വ പ്രവൃത്തി ഹല്ലേലൂയ ആ മോറിയ മലയിൽ ദൈവം ചെയ്തെടുത്തു. ഹല്ലേലൂയ. ഒരു തരി പോലും ഒരുപക്ഷെ ഹല്ലേലൂയ അബ്രഹാം ചിന്തിച്ചു കാണും. ഹല്ലേലൂയ. അയ്യോ ഹല്ലേലൂയ കർത്താവേ, ഇത്രത്തോളം നീ വാഗ്ദത്തം പറഞ്ഞു, ഇത്രയും നാളും കാത്തിരുന്ന് ഞാൻ വാങ്ങിച്ചതാ. ഹല്ലേലൂയ. പക്ഷെ പെട്ടെന്ന് ഒരു സമയത്ത് നീ എന്നോട് ചോദിക്കുക, ഹല്ലേലൂയ, നീ എന്നോട് ചോദിക്കുക എന്ത് എനിക്ക് തിരികെ തരും, ഇതെന്ത് കളി കർത്താവേ? ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ച് കാണാം. പക്ഷേ അവിടെ അബ്രഹാം സംശയിച്ചില്ല. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവ് അബ്രഹാം ഹല്ലേലൂയ ഒരു ശകലം പോലും സംശയിക്കാതെ കർത്താവ് ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ മകനെയും കൂടി യാഗപീഠത്തിലേക്ക് യാത്ര തിരിക്കുക. ഹല്ലേലൂയ. അവിടെ കരുതി വെച്ചത് എന്തെന്ന് അബ്രഹാമിന് അറിയത്തില്ല. ഹല്ലേലൂയ. ഇസഹാക്കിന് അറിയത്തില്ല. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന ഒരു അനുസരണമുള്ള മകനെയാണ്. ഹല്ലേലൂയ. അവനെ യാഗപീഠത്തിലേക്ക് കിടത്തുമ്പോൾ ഹല്ലേലൂയ ഒരു അനുസരണമുള്ള മകൻ. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് അവൻ യാഗപീഠത്തിൽ കിടക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന 2 പേരും അനുസരിച്ചു. അല്ലേ? ഒന്ന് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ഹല്ലേലൂയ. 2 ഇസ്ഹാക്ക് പിതാവായ അബ്രഹാമിനെ അനുസരിച്ചു. ഹല്ലേലൂയ. ആ അനുസരണത്തിന്റെ പ്രവൃത്തി ആ കുറ്റിക്കാട്ടിൽ കുടുങ്ങിക്കിടന്ന ആ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അനുസരിച്ചാൽ ഹല്ലേലൂയ അനുസരിച്ച ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും മക്കളെ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക എന്താണ് വാഗ്ദത്തങ്ങൾ ലേറ്റ് ആവുന്നത്? നിന്റെ ജീവിതത്തിൽ എവിടെയോ ഒന്ന് ഹല്ലേലൂയ നീ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. എവിടെയോ ഒന്ന് ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ ക്രമീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അനുസരണമുള്ളവർക്ക് വേണ്ടി ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അതുപോലെ നമുക്കറിയാം ഹല്ലേലൂയ യോസഫ്. ഹല്ലേലൂയ. യോസഫിന്റെ കാര്യം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ദൈവം ഒരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വാക്ക് ഓർത്തു. ഹല്ലേലൂയ. യോസഫിനെ ഓർത്തു. ഹല്ലേലൂയ. യോസഫും ഇതേപോലെ അപ്പൻ അനുസരണമുള്ള ഒരു മകനായിരുന്നു. ഹല്ലേലൂയ. അപ്പന്റെ ഇളയ പുത്രനായിരുന്നു. അപ്പൻ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ യോസഫിനെ സ്നേഹിച്ചതെന്ന് അറിയാമോ? ബാക്കി 11 പേരും ഹല്ലേലൂയ അധികം അനുസരണമുള്ളവരായി കാണത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ യോസഫിനെ അധികമായി ഹല്ലേലൂയ സ്നേഹിച്ചത്. അത് മാത്രമല്ല യോസഫ് ഏറ്റവും ഇളയ മകനാണ്. ഹല്ലേലൂയ. യോസഫിനെ സ്നേഹിച്ചതുകൊണ്ട് എന്താ അവിടെ പറ്റിയേ? നമുക്ക് അവിടെ തന്നെ അവരുടെ സഹോദരങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. അസൂയ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ യോസഫിനെ കൊണ്ട് പൊട്ടക്കിണറ്റിലിട്ടു. കാരണം എന്താ? അപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം എന്താ? അപ്പൻ സ്നേഹിക്കുന്നതിന്റെ കാരണം വേറൊന്നുമില്ല, അനുസരണമുണ്ട്. ഹല്ലേലൂയ. അവൻ അനുസരണമുള്ളത് കൊണ്ടാണ് അപ്പൻ അവനെ സ്നേഹിച്ചത്. പക്ഷേ എന്നാലും ഹല്ലേലൂയ യോസഫിനെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിൽ ഒതുക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന് ഒതുക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യോസഫിന്റെ മേലുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. യോസഫ് കണ്ട ദർശനങ്ങൾ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഹല്ലേലൂയ കുടുംബക്കാർക്കെല്ലാം ഹല്ലേലൂയ അതൊരു ഹല്ലേലൂയ ഒരു അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. നമ്മൾ ആ വാക്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയും അവരവനെ കളിയാക്കുമായിരുന്നു. ഹല്ലേലൂയ. 12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ അടങ്ങി നമസ്കരിക്കും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവർ സഹോദരങ്ങളുടെ മധ്യത്തിൽ തന്നെ യോസഫിനെ കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ ദർശനം കിട്ടിയ യോസഫ് ഹല്ലേലൂയ ഒരു കാര്യം അവൻ അറിയായിരുന്നു. ഞാൻ ദർശനം പ്രാപിച്ചത് വേറെ ആരുടെ അടുത്തൊന്നും അല്ല, എൻ്റെ ദൈവത്തിങ്കിൽ നിന്നാണ്. ഹല്ലേലൂയ. യോസഫ് വെയിറ്റ് ചെയ്തത് 13 വർഷക്കാലമാണ്. ഹല്ലേലൂയ. നീണ്ട 13 വർഷക്കാലത്തെ വെയിറ്റിംഗ് പീരീഡ് ഹല്ലേലൂയ
യോസഫ് ഒരുപാട് കാര്യങ്ങളിലൂടെ ഹാലലുയ കടന്നുപോയെങ്കിലും ഹാലലുയ യോസഫിന് കിട്ടിയത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഹാലലുയ അവൻ പ്രാപിച്ചത് ഇസ്രായേലിലെ രണ്ടാമത്തെ, മിസ്രൈമിലെ രണ്ടാമത്തെ ആളായിട്ട്. ഹാലലുയ ഫറവോന്റെ സെക്കൻഡ് പേഴ്സൺ. ഹാലലുയ അവന് കൊടുത്ത ദൈവിക വാഗ്ദത്തം. ഹാലലുയ അവിടെ നമുക്കൊരു കാര്യം പറയാം. യോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് ഹാലലുയ യോസഫ് രണ്ടുപേരുണ്ട്. ഹാലലുയ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പാനപാത്രവാഹകനും അപ്പത്തിന്റെ പ്രമാണിയും. ഹാലലുയ ആ സമയത്ത് ഹാലലുയ അപ്പത്തിന്റെ പ്രമാണി പാനപാത്രവാഹകനും രണ്ടുപേരും ഒരേപോലത്തെ സ്വപ്നങ്ങൾ കാണുകയാണ്. ഹാലലുയ അവിടെയും ഹാലലുയ യോസഫ് അവർക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. ഹാലലുയ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 40 അധ്യായം അതിൻ്റെ 23 വാക്യം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഹാലേലൂയ അവിടെ അപ്പത്തിൻ്റെ പ്രമാണിക്ക് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് രണ്ടുപേർക്കും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്ത് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു യോസഫിനോട്. നീ നിങ്ങൾക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു, താങ്ക് യു യോസഫ്. ഹാലലുയ ഞാനപ്പം പാനപാത്രവാഹകൻ ഒരു കാര്യം പറഞ്ഞു. യോസഫേ ഹാലലുയ ഞാൻ വീണ്ടും കൊട്ടാരത്തിലെത്തിയാൽ ഹാലലുയ ഞാൻ നിന്നെ ഓർക്കാം. ഹാലലുയ പക്ഷെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം 23 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഇവിടെ കൊടുത്ത വാക്കുകൾ ഹാലലുയ മാറിപ്പോവുകയാണ്. ഹാലലുയ മനുഷ്യൻ നമുക്ക് തന്ന വാക്കുകൾ മാറിപ്പോകും. ഹാലലുയ മനുഷ്യൻ നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ചിന്തിക്കും, ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, ഇവർ നമ്മളെ സഹായിക്കുമായിരിക്കും. ഒരിക്കലുമില്ല. ഹാലലുയ ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഹാലേലൂയ ആ സമയത്ത് ചിലരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഹാലേലൂയ ദൈവം ചിലതിനെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കും. ഹാലേലൂയ ഇവിടെ നമ്മൾ കാണുന്നത് 41 അധ്യായത്തിൽ ഫറവോന് ഒരു സ്വപ്നം കാണാൻ പോവുക. ഹാലേലൂയ ആ സ്വപ്നം വിവരിച്ചു കൊടുക്കുവാൻ, എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ ആ മിസ്രൈം ദേശത്ത് ഒരു മന്ത്രവാദിക്കും പറ്റുന്നില്ല. ആ ഫറവോന്റെ ഏറ്റവും വലിയ അതുവരെയോ അവരെന്ത് ചെയ്തിരിക്കാം, സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തിരിക്കാം. പക്ഷേ അന്നത്തെ ആ ദിവസം ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോഴാണ് പാനപാത്രവാഹകൻ ഓർക്കുന്നത്. ഹാലലുയ എൻ്റെ തെറ്റിപ്പോൾ എനിക്ക് മനസ്സിലായി. ഹാലേലുയ എൻ്റെ തെറ്റിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇല്ല ഞാൻ ഓർക്കുമ്പോൾ ഹാലലു യോസഫിൻ്റെ സമയം അപ്പോഴായത്. ഹാലലുയ പാനപാത്രവാഹകന് തെറ്റുപറ്റിയതല്ല, ഒരു നിമിഷത്തേക്ക് അവൻ്റെ ബുദ്ധി ദൈവം മറിച്ചു. ഹാലലുയ യോസഫിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത് 41 അധ്യായത്തിലാണ്. ഹാലലുയ ഫറവോൻ കണ്ട ആ സ്വപ്നം യോസഫ് വ്യാഖ്യാനിച്ചപ്പോൾ യോസഫിനെ ഫറവോൻ ഒരുപാട് സമ്മാനങ്ങൾ പ്രസൻസ് കൊടുത്തു. ഹാലലുയ അത് കഴിഞ്ഞിട്ട് പിന്നെ പടിപടിയായി യോസഫ് ഉയരുകയാണ്. ഹാലലുയ അവൻ കണ്ട ദർശനങ്ങൾ. ഹാലേലൂയ അവനൊരു വാക്യമുണ്ട്, എന്നെ എപ്പോഴും ടച്ച് ചെയ്യുന്നൊരു വാക്യമുണ്ട്. ഹാലേലൂയ യഹോവയുടെ കൈ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹാലേലൂയ ഇങ്ങനെ ഒരു ഒറ്റ വാക്യമാണ് 42 അധ്യായത്തിൽ കിടക്കുന്നത്. യഹോവയുടെ കൈ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവൻ പ്രബലനായി തീർന്നു. ഹാലേലൂയ എന്ന് വെച്ചാൽ ഹാലേലൂയ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവൻ പ്രോസ്പെരിറ്റി കിട്ടി. ഹാലേലൂയ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവൻ ഹാലേലൂയ ഫസ്റ്റായിട്ട് മുമ്പിൽ വന്നു. കാര്യം ഹാലേലൂയ യഹോവയുടെ കൈ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി അനുസരണത്തോടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഹാലേലൂയ ദൈവത്തിന്റെ കൈ അവരോട് കൂടെയുണ്ട്. ഹാലേലൂയ ദൈവത്തിന്റെ കൈ തക്ക സമയത്ത് അവർക്ക് വേണ്ടി പ്രൊവിഷൻ ദൈവം ചെയ്യും. ഹാലേലൂയ തക്ക സമയത്ത് അവർക്ക് വേണ്ടി ഹാലേലൂയ പ്രൊവൈഡ് ചെയ്യുന്നൊരു ദൈവം. ഹാലേലൂയ ദൈവത്തിനറിയാം ഏത് സമയത്ത് എവിടെയാണ് നിന്നെ കൊണ്ട് നിർത്തേണ്ടത്. ഹാലേലൂയ ഏത് സമയം എവിടെ നിന്നെ കൊണ്ട് നിർത്തി നിന്നെ എവിടെ കൊണ്ട് മാനിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഹാലേലൂയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹാലേലൂയ ഒരു പക്ഷേ ഹാലേലൂയ നിങ്ങൾ ഒരു ഹാലേലൂയ വിചാരപ്പെട്ടതോ ഹാലേലൂയ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് ചിന്തിക്കേണ്ട. ഹാലലുയ നിങ്ങളെ എവിടെ മാനിക്കണം, ഏത് പോയിന്റ് നിങ്ങളെ കൊണ്ട് ഹാലലു നിർത്തി ഹാലലുയ ആരെയൊക്കെ കാണുക നിങ്ങളെ മാനിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഹാലലുയ ഞാൻ ഹാലലുയ പറഞ്ഞ പോലെ ഹാലലുയ കാനാവിലെ കല്യാണത്തിന് ഹാലലു വീഞ്ഞു പുരാതെ വന്നപ്പോൾ ഹാലലുയ 6 കൽപാത്രങ്ങളിൽ വീഞ്ഞു വക്കോളം നിറച്ച് ഹാലലുയ ഇത് ഏത് പന്തലിലുള്ളവർക്ക് കൊടുക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഹാലലുയ അതുവരെയും ഹാലലു യേശു ക്രിസ്തു മിണ്ടാതിരുന്നു. ഹാലലുയ അതുവരെയും വീഞ്ഞു തിന്നുപോയില്ല. വീഞ്ഞു തിന്നപ്പോൾ ഏത് പന്തലിലുള്ളവർക്ക് എനിക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാം. അവിടെ ഒരു സെലക്ഷൻ നടക്കുക. ഹാലലൂയ അവിടെ ഒരു സെലക്ഷൻ നടക്കുക. അതുപോലെ നമുക്ക് ഹാലലൂയ അബ്രഹാമിന്റെ കാര്യം എടുത്താൽ അവിടെ ഒരു സെലക്ഷൻ ഉണ്ട്. ഹാലലൂയ അങ്ങനെ ഇവനൊരു മകനെ കൊടുത്താൽ ഇവനെന്നെ അനുസരിക്കും. ഹാലലൂയ ഇവൻ അനുസരിച്ചാൽ ഇവന്റെ അനുസരണം എനിക്ക് ഒന്നൊരു ടെസ്റ്റ് ചെയ്യാം. ഹാലലൂയ എന്നിട്ട് എനിക്കൊരു വലിയ മഹത്വം അവന്മേൽ വെളിപ്പെടുത്തുവാനുണ്ട്. ഹാലലൂയ ഒരു പക്ഷേ ഹാലലുയ അന്ന് ഇസഹാക്ക് കണ്ടതാണ് ഹാലലുയ തൻ്റെ പിതാവ് വിശ്വസിക്കുന്ന ദൈവത്തെ. ഹാലലുയ അവിടെയാണ് ഇസഹാക്കിന്റെ വിശ്വാസം ഹാലലുയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാലലുയ ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഹാലലുയ ദൈവം നമുക്കൊരു ബ്ലെസ്സിങ് ദൈവം തന്നു കഴിഞ്ഞാൽ ഹാലലുയ ദൈവം അത് അനേകർ കാണുക. ഹാലലുയ അനേകർ കാണുക നമുക്ക് തരുന്നതിന്റെ മെയിൻ റീസൺ ഹാലലുയ അനേകരുടെ മേലുള്ള വിശ്വാസത്തെ ദൈവത്തിന് വളർത്തിയെടുക്കണം. ഹാലലുയ അനേകരുടെ ദേവദാസന് ഒരുപാട് മിറക്കിൾസിന്റെ കാര്യം ഹാലലുയ
ഹാലലൂയ സൂമിലൂടെയും എല്ലാം എല്ലാവരും കേൾക്കുവാനിടയായത്. കാരണം എന്താണ് പറയുന്നത്? ഹാലലൂയ അനേകരുടെ മേൽ ആ വിശ്വാസം, നമ്മളുടെ മേൽ മാത്രമല്ല അനേകരുടെ മേൽ ഈ വിശ്വാസത്തെ നമ്മൾക്ക് ഹാലലൂയ ഒന്ന് ഗ്രോത്ത് ചെയ്യണം. ഹാലലൂയ അനേകരുടെ ആ വിശ്വാസത്തെ ഒന്ന് കൈപ്പറ്റണം. ഹാലലൂയ ദൈവം ജീവിക്കുന്നുണ്ട്. ഹാലലൂയ അനേകരുടെ മേലുള്ള സംശയങ്ങളായിരിക്കും. മിറക്കിൾസ് നടക്കുമോ? ഉറപ്പായും ഹാലലൂയ മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുക. ആർക്ക്? അനുസരിക്കുന്നവർക്ക്. ഹാലലൂയ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഹാലലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഹാലലൂയ ദൈവത്തിന്റെ വാക്കും കൽപ്പനകളും അനുസരിക്കുന്നവർക്ക് വേണ്ടി. ഹാലലൂയ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചവർക്കാണ് ഹാലലൂയ മേത്തരമായ വീഞ്ഞ് ലഭിച്ചത്. ഹാലലൂയ ഈ ദിവസങ്ങളിൽ ഹാലലൂയ അനുസരണത്തോടെ ദിവസങ്ങളിൽ നമുക്ക് ആയിത്തീരാം. ഹാലലൂയ ആ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാം. ഹാലലൂയ എങ്കിൽ ഹാലലൂയ പലരും ഹാലലൂയ നമ്മളെ ഓർക്കുവാൻ ദൈവം ഇടവരുത്തും. ഹാലലൂയ പല സ്ഥലങ്ങളിൽ ഹാലലൂയ നമ്മളെ ഓർമ്മിപ്പിക്കും ദൈവം. ഹാലലൂയ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവസരമില്ലാത്തടത്ത് അവസരം ഒരുക്കുന്ന ഒരു ദൈവീയ ശക്തി. ഹാലലൂയ നമ്മൾ വായിച്ചതുപോലെ യോസഫിനെ ഹാലലൂയ പാനപാത്രവാഹകനെ ഓർത്തു. ഹാലലൂയ അവനെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരിക. ഹാലലൂയ അവിടെ നിറവേറപ്പെടുന്നത് ഒരു വലിയ ദർശനത്തിന്റെ ഹാലലൂയ ഒരു വലിയ ദർശനത്തിന്റെ നിവർത്തീകരണമാണ് അവിടെ നടക്കുന്നത്. ഹാലലൂയ ഒരു പക്ഷെ ഒരു ചെറിയ പാനപാത്രവാഹകനായിരിക്കും ഓർത്തത്, പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ദർശനത്തിലേക്കുള്ള ഹാലലൂയ യോസഫിന്റെ ചവിട്ടുപടിയാ. ഹാലലൂയ അതിന് ദൈവം അവനെ നിശ്ചയിച്ച സമയം അന്നാണ്. ഹാലലൂയ ജീസസ്. ഹാലലൂയ ഹാലലൂയ അതുപോലെ നമ്മൾ ഹാലലൂയ അബ്രഹാമിനെ ഓർക്കുമ്പോഴും ഹാലലൂയ അവൻ അത്രയും കാലം കാത്തിരുന്നു. സാറായിക്ക് 100 വയസ്സ് വരെ കാത്തിരുന്നു. ഹാലലൂയ അവിടെയും ദൈവിക പ്രവൃത്തിയാണ് വെളിപ്പെട്ടത്. ഹാലലൂയ ഹാലലൂയ ദൈവിക വാഗ്ദത്തങ്ങൾ. ഹാലലൂയ അത് എത്ര കാലതാമസമായാലും ഊവ് എന്നുള്ളതാണെന്ന് സാറായുടെ അബ്രഹാമിൻ്റെയും ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഹാലലൂയ അവിടെ അനുസരണത്തോടെ അവർ കാത്തിരുന്നു. ഒരു പക്ഷേ അവരുടെ ആ വെയിറ്റിംഗ് പീരീഡിൽ അവർ ചിന്തിച്ചു കാണും, ഇനി ഇത് നടക്കത്തില്ല എന്ന്. ഹാലലൂയ ഒരു പക്ഷേ അവർ ചിന്തിച്ചു കാണും. എങ്കിലും ഹാലലൂയ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയമായപ്പോൾ ഹാലലൂയ ദൈവിക പ്രവൃത്തി സാറായിൽ മേൽ വെളിപ്പെട്ടു. ഹാലലൂയ ദൈവിക പ്രവൃത്തി ഹാലലൂയ സാറായിൽ മേൽ വെളിപ്പെട്ടതുപോലെ ഹാലലൂയ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയമായി. ഹാലലൂയ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയമായി. ഹാലലൂയ ഈ ദിവസങ്ങളിൽ അനുസരണത്തോടെ ഹാലലൂയ ദൈവം പറഞ്ഞ വാക്കുകൾ ഹാലലൂയ ദൈവം കൽപ്പിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ വലവിരിക്കുവാൻ തയ്യാറായാൽ ഹാലലൂയ പെട്ടെന്ന് ദൈവാത്മാവിന്റെ ചിന്തയാണ്. ഹാലലൂയ രാവിലെ മുതൽ അധ്വാനിക്കുക. ഹാലലൂയ വൈകുന്നേരം വരെ ഒന്നും വലയ്ക്കകത്ത് കുടുങ്ങുന്നില്ല. ഹാലലൂയ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇങ്ങനെ ശിഷ്യന്മാർ വല വീശിക്കൊണ്ടിരിക്കുക. ഇതാര് കാണുന്നുണ്ട്? ഹാലലൂയ യേശുക്രിസ്തു കാണുന്നുണ്ട്. ഹാലലൂയ കർത്താവേ ഞങ്ങൾ രാവിലെ മുതൽ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവേ. ഹാലലൂയ ഞങ്ങളുടെ വല ഹാലലൂയ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു മീൻ പോലും ഇതുവരെ ഇത് സംഭവിച്ചിട്ടില്ല കർത്താവേ. ഹാലലൂയ അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹാലലൂയ നിങ്ങൾ വലത്ത് ഹാലലൂയ അങ്ങനെയല്ലേ ദേവദാസിനെ പറയുന്നേ. ഹാലലൂയ നിങ്ങൾ വലത്തോട്ട് ആഴത്തിൽ ഹാലലൂയ മീൻപിടുത്തത്തിന് വല വീശുവീൻ. ഹാലലൂയ കർത്താവ് പറഞ്ഞ വാക്ക് ഹാലലൂയ കേട്ടതുകൊണ്ട് ഹാലലൂയ ആ വല കീറാറാവോളം അവർക്ക് മീനെ ലഭിച്ചു എന്നാ. ഹാലലൂയ ഇതുപോലൊരു മീൻപിടുത്തം ഇതുവരെയും ഹാലലൂയ പത്രോസ് ഒന്നും ചെയ്തു കാണത്തില്ല. ഹാലലൂയ അത്രയ്ക്ക് വല കീറാറാവോ ജീസസ് യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ ഒരു പക്ഷേ അവർ ഇടത്തോട്ട് വല വീശിയിരുന്നെങ്കിൽ അവർക്ക് ആ മീൻകൂട്ടത്തെ കാണാൻ കഴിയത്തില്ലായിരുന്നു. ഹാലലൂയ കർത്താവിനെ അറിയാം നീ രാവിലെ മുതൽ അധ്വാനിക്കുക. ശരിയാ നിന്റെ കയ്യിലൊന്നുമില്ല. ശരിയാ ഹാലലൂയ നീ അധ്വാനിച്ചിട്ട് ഒന്നുമില്ല. ഹാലലൂയ നിന്റെ വലയിലൊന്നും മീൻ കുടുങ്ങുന്നില്ല. ഹാലലൂയ ജീസസ് യേശുവിന്റെ നാമത്തിൽ വല കീറാറാകുവോളം ഹാലലൂയ നിന്റെ ഹാലലൂയ നിന്റെ ഹാലലൂയ വലയിൽ നിറയ്ക്കുവാൻ കർത്താവിന് കഴിയും. എങ്ങനെ? ഹാലലൂയ നീ കൽപ്പന അനുസരിച്ചാൽ. ഹാലലൂയ നീ വാക്കിന് വല വീശിയാൽ. ഹാലലൂയ നീ വാക്കിന് വലയെറിഞ്ഞാൽ. ഹാലലൂയ ജീസസ്. ഹാലലൂയ അനുസരിക്കുന്നവർക്കാണ് അവിടെയും ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടത്. യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ ഹാലലൂയ അനുസരിക്കുന്നവരാണ് അവിടെ വലിയൊരു മീൻകൂട്ടത്തെ കണ്ടത് അല്ലേ. ഹാലലൂയ ദൈവിക പ്രവൃത്തി ഇങ്ങനെയാണ്. ഹാലലൂയ അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഹാലലൂയ അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ ചെയ്തെടുക്കും. ഹാലലൂയ ദൈവിക കൽപ്പന പ്രകാരം ജീവിക്കുന്ന ദൈവിക മക്കളെ ഹാലലൂയ ദൈവം ചൂസ് ചെയ്ത് ഹാലലൂയ പല വേദികളിലും ഓർക്കുമാറാക്കും. ഹാലലൂയ പലരോടും ദൈവം കൽപ്പിക്കും. ഹാലലൂയ എൻ്റെ മകൻ ഹാലലൂയ അവൻ ഇവിടെ വരേണ്ടതാ. ഹാലലൂയ പലരോടും ദൈവം ഇടപെടും. ഹാലലൂയ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി. ഹാലലൂയ പലരോടും ദൈവം സംസാരിക്കും. യോസഫിന് വേണ്ടി സംസാരിച്ചതുപോലെ ഹാലലൂയ യോസഫിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരേണ്ടത് ഹാലലൂയ ദൈവിക ദർശനത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഹാലലൂയ അവിടെ ദൈവം സെലക്ട് ചെയ്തത് ഹാലലൂയ ഒരു ഹാലലൂയ പാനപാത്രവാഹകനെയും അവിടെ കൊടുത്തത് ഹാലലൂയ ഫറവോൻ ഒരു സ്വപ്നമാണെങ്കിൽ ഹാലലൂയ അവിടെ യോസഫിന് ഒരു പക്ഷേ ഹാലലൂയ
ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ അവസ്ഥ? അവൻ എപ്പോഴും കാരാഗ്രഹത്തിൽ തന്നെ കിടന്നേനെ അല്ലേ? അല്ല, അവിടെയും യോസഫിനെ ഹല്ലേലൂയ, യോസഫിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഹല്ലേലൂയ യോസഫിനെ ബ്ലസ് ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് വേറൊന്നിനുമല്ല. ഹല്ലേലൂയ. യോസഫ് ഹല്ലേലൂയ ഒരു അനുസരണമുള്ളവനും ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വാസമുള്ളവനും പാപം വിട്ടൊഴിയുന്നവനുമായിരുന്നു. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ നോക്കിയ ദാനിയേൽ ഹല്ലേലൂയ, ദാനിയേലും ഹല്ലേലൂയ ശദ്രക് മേശക് അബേദ്നെഗോ എല്ലാ സ്റ്റോറീസും നമുക്കറിയാം. ഹല്ലേലൂയ. അവിടെ എല്ലാം ഹല്ലേലൂയ അവരെല്ലാം അനുസരണമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അനുസരിക്കുന്നവരായിരുന്നു അവിടെ എല്ലാം. ഹല്ലേലൂയ. ദാനിയേലിന് ഒന്നറിയാമായിരുന്നു, ഹല്ലേലൂയ എന്നെ സിംഹത്തിന്റെ കുഴിയിലിട്ടാലും ഹല്ലേലൂയ എന്റെ ദൈവം എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ അവന് സിംഹത്തിന്റെ വായ അടച്ചു കളയാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതാണ് ദാനിയേലിന്റെ വിശ്വാസം. ഒരു പക്ഷെ ദാനിയേൽ ഒന്ന് സംശയിച്ചിരുന്നെങ്കിലോ ഹല്ലേലൂയ സിംഹങ്ങൾ അവനെ വിഴുങ്ങിയേനെ. ഹല്ലേലൂയ. അവിടെയും ദാനിയേൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. അടുത്തത് ശദ്രക് മേശക് അബേദ്നെഗോ ഞങ്ങളെ തീയിലിട്ടാലും ഞങ്ങൾ ഈ ദൈവനെ നമസ്കരിക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ നമസ്കരിക്കുന്നത്, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് അവർ കണ്ടത്. നാലാമനായ ഒരാൾ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ രാജാവും കാണുവാണ്. നാലാമനായ ഒരാൾ. ഹല്ലേലൂയ. അവർ പറഞ്ഞതുപോലെ നാലാമനായ ഒരാൾ. ഹല്ലേലൂയ. ഇതാണ് ദൈവിക പ്രവൃത്തി. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം എന്ന് ദോഷിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. അതിനാലല്ലോ പൂർവന്മാർക്കെല്ലാം സാക്ഷ്യം ലഭിച്ചത്. അതിനാലാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം വിശ്വാസമാണ് അവരെ നിലനിർത്തിയത്. ഹല്ലേലൂയ. അവരെല്ലാം വിശ്വാസമാണ് അവരെ നിലനിർത്തിയത്. ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുസരണം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു വിശ്വാസം, ഹല്ലേലൂയ ആ ഒരു അനുസരണം. ഞാനൊരു വേറൊരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞ് ഹല്ലേലൂയ എന്നെ ഏൽപ്പിച്ച ഹല്ലേലൂയ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നോക്കിയാൽ ലോത്ത്. ഹല്ലേലൂയ. ലോത്ത് ഹല്ലേലൂയ അവന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോത്ത് ഒരിക്കലും ഒരു വിശ്വാസത്തിൽ ഒരു ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ലോത്തിനെ ദൈവം ഓർക്കുന്നത് ആരിലൂടെയാണ്? അബ്രഹാമിലൂടെ. ഒരു വാക്യമുണ്ട് ഹല്ലേലൂയ, അബ്രഹാമിനെ ഓർത്ത് ദൈവം ആരെ രക്ഷിക്കുകയാണ്? ലോത്തിനെ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഒരു ഓർമ്മ. ഹല്ലേലൂയ. എന്തുകൊണ്ട്? അബ്രഹാം ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അബ്രഹാം അനുസരണത്തോടെ ജീവിച്ചത് കൊണ്ട് അബ്രഹാമിനെ ഓർത്ത് ലോത്തിന്റെ ഫാമിലിയെ രക്ഷിക്കാൻ ദൈവം പുറപ്പെട്ടു. ഹല്ലേലൂയ. നമ്മൾക്ക് ആ സ്റ്റോറി അറിയാം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ ഒരു അനുസരിക്കുന്ന ഒരു ദൈവമക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അനേകർക്ക് ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വരെ ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മേത്രമായി ചിലത് പ്രാപിക്കുവാൻ, ഹല്ലേലൂയ മേത്രമായി ചില വീഞ്ഞിനെ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കുകൾക്ക് നമുക്ക് വല വീശാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം ചില വാക്തത്വങ്ങൾ നിവർത്തീകരിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചില വാക്തത്വത്തിന്റെ നിവർത്തീകരണം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചില കൽപ്പനകളെ അനുസരിക്കണം. ഹല്ലേലൂയ. ചിലതിൽ നമ്മൾ ഹല്ലേലൂയ വിധേയപ്പെടണം. ഹല്ലേലൂയ. ചിലത് നമ്മൾ പ്രാപിക്കുവാൻ തയ്യാറാകണം. ഒരു പക്ഷേ അതിനായിരിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇത് സംസാരിച്ചത്. വാക്തത്വത്തിന്റെ നിവർത്തിയായി. ഹല്ലേലൂയ. പക്ഷെ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അനുസരണമുള്ളവരായി തീരണം. ഹല്ലേലൂയ. നമ്മൾ അനുസരിക്കണം. പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകന്മാരിലൂടെ ഹല്ലേലൂയ അനേക ദേവദാസന്മാരിലൂടെ നമ്മൾ കേൾപ്പിച്ച ദൈവിക വാക്തത്വങ്ങൾ ദിവസങ്ങൾ നിറവേറ്റപ്പെടണം. ഹല്ലേലൂയ. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ ആ വാക്തത്വങ്ങളെല്ലാം നിറവേറ്റാൻ റെഡിയായിട്ട് ഞാൻ നിൽക്കുക. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ കൽപ്പന അനുസരിക്കണം. ഹല്ലേലൂയ. അനുസരണത്തോടെ ഞാനായാലും ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ദൈവം എന്താഗ്രഹിക്കുന്നുവോ ഹല്ലേലൂയ അതിന് പ്രകാരം പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നുവോ അതിന് പ്രകാരം മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ ആ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഹല്ലേലൂയ നടത്തപ്പെടുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് ഈ സമയം അനുവദിച്ചെന്ന ദേവദാസന്റെ കുടുംബത്തോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ